സൂര്യ കുമരിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഏവിയേറ്റേഴ്സ്, കൊച്ചിയിലുള്ള ഏവിയേറ്റേഴ്സ് ഏവിയേഷൻ അക്കാഡമിയിലാണ്. ഇവിടെ ഒരു ഉഗ്രൻ കുട്ടികൾ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. വരും. ഏവിയേറ്റേഴ്സ് ഏവിയേഷൻ അക്കാഡമി ഇത് രണ്ടാം തവണയാണ് എറണാകുളത്തുള്ള അക്കാഡമിയിൽ ഞങ്ങൾ വരുന്നത്. കാരണം രണ്ടാം തവണയും വരുന്നതിന് കാരണം ഇവിടുത്തെ അത്രമേൽ നല്ല കുട്ടികളാണ്. ഒരുപാട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിവുള്ള കുട്ടികളായിരുന്നു അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയ ആ ബാച്ചിലത്. അതിനേക്കാളും നിങ്ങൾ ഭയങ്കരമായി പെർഫോം ചെയ്യുമെന്നുമാണ് നിങ്ങളുടെ മാഡം ഇവിടെ നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യമായി ആരാണ് വേദിയിലേക്ക് വരുന്നത്? വരും പ്ലീസ്. സാന്ത അല്ലേ? എവിടെയാണ് നാട്? കണ്ണൂരാണ്. നിങ്ങൾക്ക് എത്ര വർഷത്തെ കോഴ്സാണ് ഇവിടെ? 6 months. റെഡി, ആക്ഷൻ. വിരോധമില്ലെങ്കിൽ ആ പേരെന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരിക തുളസിക്കതിരും അമ്പലക്കുറിയും ചന്ദനക്കുറിയും ഒക്കെയാണ്. അമ്പലക്കുറിയോ? അത് കൊള്ളാല്ലേ. അമ്പലക്കുറി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അലങ്കാരപ്പണി എന്നാണ് അവനെ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരിക അമ്പലക്കുളം ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെയാ. എന്താ ഒരു ശബ്ദം? ഞാൻ കോട്ടവായിട്ടതാ. ഐ എം വേണുഗോപാൽ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം, ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ പറഞ്ഞു കൊടുക്കല്ലേ, ഇത് ചെറിയ സ്ക്രിപ്റ്റ് ആണ്. അവർ താൻ മുതൽ പേസണം, അവർ പേസുവാர்கள், ഇംഗ്ലീഷിലെ പേസുവാர்கள். ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം, ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാസ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. And they are paying 2,500 per month and of course good amount of commission also. ലവ് ലെറ്റർ ആയിരിക്കും. സൈഡിലൊരു പോസ്റ്റ് ഓഫീസിലുണ്ട്. വേറെ കാര്യമുണ്ട്, ഇത് നമ്മൾ അഭിനയിച്ച് വേണം കാണിക്കാൻ. സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചിട്ട് പറഞ്ഞാൽ പോലെ ഓ വാട്ട് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോൾ കയ്യൊക്കെ എടുത്ത് നൽകുന്നുണ്ട്. എവിടെ അത് മനസ്സിലാണ്. എന്നെ മുഖത്ത് നോക്കുന്നുണ്ട് കാണാത്ത താഴെ. ഓ അത് ശരി. സൈഡിലൊരു പോസ്റ്റ് ഓഫീസിലുണ്ട്. വിരോധമില്ലെങ്കിൽ അവിടെ വരെ ഒന്ന് കൊണ്ടുവിടാം. നോ താങ്ക്സ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. പറ്റിയാൽ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യാം. അത് വേണ്ട. ഓക്കെ അല്ലേ? അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. എന്താ പേര്? ശ്രീയ. എവിടെ നാട്? പാലക്കാട്. ഓക്കെ റെഡി, ആക്ഷൻ. വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. വിരഹോ? വിരോധമില്ലെങ്കിൽ വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് അമ്പലക്കുളവും തുളസിക്കതിരും ചന്ദനക്കുറിയൊക്കെയാണ്. ഐ ആം വേണുഗോപാൽ. നീ പോ മോനെ ദിനേശ. പൊക്കോ. ഓക്കെ ബൈ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ലക്ഷ്മിക്ക്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ലക്ഷ്മിക്ക്. താല്പര്യമില്ലേലും ഞാൻ പറയാം, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡിംഗ് കമ്പനിയായ മാസ്വേലിയിലാണ് ഞാൻ മാസ്വേലിയിലാണെന്ന് ഞാൻ ഇരിക്കുന്നത്. മാസ്വെല്ലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്താണ് ശ്രേയ ഇങ്ങനൊക്കെ ഒരു 4 വരി പഠിച്ചില്ലേ ശ്രേയ? ഇല്ല, ഞാൻ വീക്കാണ് പഠിക്കണേല്. അയ്യോ, എന്ത് ക്രെഡിറ്റ് ആയിട്ടാണെന്ന് പറയില്ല. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. They are paying 2,500 rupees per month. And of course, it's a good amount for commission also. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ലവ് ലെറ്റർ ആയിരിക്കും. നല്ല അല്ലേ? ദേ അവിടെ ഒരു
പോസ്റ്റ് ഓഫീസ് ഉണ്ട്. എവിടെ? ദേ അവിടെ അവിടെ. ആ ഓക്കെ. ഞാൻ കൊണ്ടുവേണേലും വിടാം. നോ താങ്ക്സ്. അയ്യോ നീ കണ്ടു ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. നമ്മളിപ്പോ പോവാണല്ലേ, കാണണ്ടേ ഇനിയും? നോ. കാണണ്ടേ? No. വേണം. വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് എന്നെ കോൾ ചെയ്താൽ മതി. വേണ്ട. വേണം. വേണ്ട. വിളിക്കണം. അപ്പൊ പോവാലേ? ഓക്കെ. എന്താണ് പേര്? ശ്വേത, ശ്വേത. എവിടെയാണ് ശ്വേതയുടെ നാട്? പാലക്കാട്. റെഡി 1 2 3 സ്റ്റാർട്ട്. വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരിക ചന്ദനക്കുറിയും ചന്ദനക്കുറിയും അമ്പലക്കുളവും ബാക്കി ഒരു സാധനം കൂടെ ഉണ്ട്. തുളസിക്കതിരുമൊക്കെയാണ്. ഐ എം വേണു ഗോപാൽ. വേണു ഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയാം, ഇന്ന് ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് കമ്പനിയായ മാസ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 rupees per month ആൻഡ് ഓൾസോ എ ഗുഡ് എമൗണ്ട് ഓഫ് കമ്മീഷൻ ഓൾസോ. ആ സൈഡിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ആ സൈഡിലോ? അവിടെ ആ സൈഡിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുവിടാം. അപ്പൊ നമ്മൾ പിരിയുകയാണല്ലേ? ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. വേണമെങ്കിൽ ഞാൻ ഹോട്ടലിൽ ഫോൺ ചെയ്യാം. വേണ്ട. എന്താണ് പേര്? ബോബിന. ബോബിന എവിടെയാണ് നാട്? കോട്ടയം. ആക്ഷൻ. വിരോധമില്ലെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മണൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ, ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെയാണ്. ഐ ആം വേണു ഗോപാൽ. ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാസ്വെല്ലിലാണ് ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 per month. And of course good amount of commission also. തീട്ടപ്പറമ്പ് ഞാൻ ചിരിച്ചു പോയനെ. ആ കാണുന്ന ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ എന്ത് പറ്റി ബോബിനത് പഠിച്ചതാണല്ലോ? ഇവിടെ മറന്നു വന്നു. അതാ പറഞ്ഞ ആദ്യം ഒരു പാട്ട് പാടി അത് റിലാക്സ് ആയിരുന്നു. സ്വാഭാവികം. വേണമെങ്കിൽ ഞാൻ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിരിയുകയാണല്ലേ? ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. ഞാൻ വേണമെങ്കിൽ ഹോട്ടലിലേക്ക് കോൾ ചെയ്യാം. തമിഴാണോ? പേരെന്നാ ഉങ്ങളുടെ? ആശിമ. നല്ല പച്ച മലയാളം പോലെ സംസാരിക്കുന്നു. മലയാളം தெரியுமா உங்களுக்கு? எந்த பக்கம்? கன்னியாகுமரியில் மலையாளம் இருக்கு. மலையாளம் മനസ്സിലാവും, கொஞ்சம் മനസ്സിലാവും இல்லை? எனக்கு தமிழ் நல்லா தெரியணும். ரெடி ஆக்ஷன். വിരോധമില്ലെങ്കിൽ என்ன கொஞ்சம் சத்தமா? വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഫിറോസ് ഖാൻ. എന്താ പേര്? അയ്യപ്പൻ. ഇടൂ, എന്റെ പേരെന്താന്ന്? സാറിന്റെ പേര് എന്നോടാണ് ചോദിക്കണത്. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അമ്പലക്കുളമും ചന്ദനക്കുറിയും തുളസി കതിരുമാണ്. തുളസി കതിർ എന്നാണ് தெரியுமா உங்களுக்கு? തുളസി. அந்த லீஃப். ഐ ആം വേണു ഗോപാൽ, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം, ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 rupees per month and good payment, good money, good amount and commission also. ലവ് ലെറ്റർ അതാ കാണുന്നത്. എന്ത്? അയ്യോ,
ആ സൈഡിൽ കാണുന്ന പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അയ്യോ എന്തൊരു നീചനാണ്. ഇത്ര ധൈര്യമായിട്ട് സ്ക്രിപ്റ്റ് പറയുന്ന ഒരാൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അഴുക വെറുതെ. ആ സൈഡിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടോ? ഇല്ല. കൊണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അങ്ങ ഇല്ലേ. അപ്പൊ നമ്മൾ പിരിയുകയാണല്ലേ? ഓക്കെ. ഇനി നീ താഴത്തേക്ക് ഊതൽ, അല്ലെങ്കിൽ നീ ചത്തുപോ. ആ ഭാഗ്യമുണ്ട്, പിന്നെ കാണാമോ? നെക്സ്റ്റ് ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യാം. വേണ്ട, എന്തായാലും താങ്ക്സ്. ഗുഡ്. എങ്ങനെയുണ്ട്? എന്താ പേര്? മീര. മീരേ? മീര മീനെ? മീര. മീര. എവിടെ നാട്? പത്തനംതിട്ട. പത്തനംതിട്ടയാണ്. റെഡി, ആക്ഷൻ. വിരോധം ഇല്ലെങ്കിൽ പേരൊന്ന് പറയോ? ലക്ഷ്മി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക തുളസിക്കതിരും അമ്പലക്കുളവും ചന്ദനക്കുറിയാണ്. 2 വർഷമായി. കേട്ടോ പോയാ ചിലരുണ്ട് കള്ളു കുടിച്ചാ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ആ ടൈപ്പല്ല. വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യം ഇല്ലെങ്കിലും ഞാൻ പറയാം. കറക്റ്റ് അല്ലേ? ലക്ഷ്മിക്ക് താല്പര്യം ഇല്ലെങ്കിലും ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിൽ ലീഡിംഗ് കമ്പനിയായ മാസ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പേയിങ് amount of നന്ദി 2,500 per month, and of course a good commission also. ലവ് ലെറ്റർ ആ കാണുന്നതാണ് പോസ്റ്റ് ഓഫീസ്. വേണമെങ്കിൽ ഞാൻ ഹോട്ടലിലേക്ക് കൊണ്ടുവിടാം. നോ താങ്ക്സ്. വേണ്ട വേണ്ട അപ്പൊ നമ്മൾ പിരിയുകയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ഞാൻ ഹോട്ടലിലേക്ക് ഫോൺ വിളിക്കാം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അല്ല, വിളിക്കാം. ശരി സാർ. എന്താ പേര്? അതില്ല. അതുല്യ. അതുല്യയുടെ നാട് എവിടെയാണ്? എറണാകുളം. ഇവിടെ തന്നെയാണ്. ഇവിടെ എവിടെ? വൈപ്പിൻ നായരമ്പലം. ഓക്കെ, ആക്ഷൻ. വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്താണ് പേര്? പറഞ്ഞോളൂ. ലക്ഷ്മി. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് അമ്പലക്കുളവും ചന്ദനത്തിരിയാണെന്ന്. അമ്പലക്കുളവും ചന്ദനത്തിരിയാണെന്ന്. അത് കൊള്ളാല്ലേ. എന്താണ് പ്രശ്നം? അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെയാണ്. ആഹാ. ഐ ആം വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് വിരോധമില്ലെങ്കിലും ഞാൻ പറയാം, താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിൽ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2,500 rupees per month, and of course a good amount of commission also. ലവ് ലെറ്റർ ആയിരിക്കും. അതെ, അവിടെയാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് അവിടെയാണോ? വേണമെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. വേണ്ട, നോ താങ്ക്സ്. അപ്പൊ നമ്മ പിരിയുകയാണല്ലേ? ഓക്കെ. ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം. വേണമെങ്കിൽ ഞാൻ ഹോട്ടലിലേക്ക് കോൾ ചെയ്യാം. വേണ്ട, എന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പേര് എന്ന് പറഞ്ഞേ? ദേവി. ദേവി. എവിടെയാണ്? നാട് എവിടെയാണ്? വൈപ്പിൻ നായരമ്പലം. ഓക്കെ, ആക്ഷൻ. വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞോളാം. ലക്ഷ്മി. ലക്ഷ്മി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി കേൾക്കുമ്പോ ആദ്യം മനസ്സിൽ വരാ അമ്പലക്കുളവും തുളസിക്കതിരും ചന്ദനക്കുറിയൊക്കെയാണ്. ഐ ആം വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. And they are paying 2,500 per month. 2,500 per month. Yes. And a good amount of commission also. Sure, commission. ഞാനോ? പോടാ. ലവ് ലെറ്റർ ആയിരിക്കും അല്ലേ? അതെ. ആ സൈഡിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഹോട്ടലിൽ കൊണ്ടുവിടാം. നോ താങ്ക്സ്. നോ താങ്ക്സ്. അപ്പോൾ നമ്മൾ തിരിയുകയാണല്ലേ? ഭാഗ്യം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. വേണമെങ്കിൽ ഞാൻ ഹോട്ടലിലേക്ക് കോൾ ചെയ്യാം. വേണ്ടേ? അടിപൊളി, സൂപ്പറായിട്ട് ചെയ്യും.
ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? എന്താണ് പേര്? കൃഷ്ണ. കൃഷ്ണനോ? കൃഷ്ണ. കൃഷ്ണ. റെഡി, ആക്ഷൻ. ഇത്രയും പേര് പറഞ്ഞതെല്ലാം കേട്ടോണ്ട് നിന്നിട്ട് എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം. വിരോധമില്ലെങ്കിൽ ആ പേരെന്ന് പറഞ്ഞ കൊള്ളാമായിരുന്നു. കൃഷ്ണ. കൃഷ്ണ. അങ്ങനെയല്ലല്ലേ? അങ്ങനെയല്ലല്ലേ? ഇവൻ കോയ, ഞാൻ കോയ, ഇപ്പൊ രണ്ടു കോയേ. ലക്ഷ്മി എന്ന് കേൾക്കും, അല്ല കൃഷ്ണ. കൃഷ്ണ എന്ന് കേൾക്കുമ്പോ അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസി കതിരുമാണ് മനസ്സിൽ ഓടി വരുന്നത്. ഓടി വരുന്നതാണോ അതോ ഓർമ്മ വരുന്നത്? ഓർമ്മ വരുന്നത് ഐ ആം വേണുഗോപാൽ. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ്. അയ്യോ, നിക്ക് ഞാൻ പറയാം. ഓക്കെ. മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. ആൻഡ് ദേ ആർ പേയിങ് 2500 per month. അത് അങ്ങനെ അല്ലല്ലോ സാധനം ഡയലോഗ്. എനിക്ക് അല്ല, ഇങ്ങനെ മതി. എന്നാ ഓക്കെ. അപ്പൊ 2500 മാത്രമേ ഉള്ളൂ? പിന്നെ ഇല്ല, ആൻഡ് ഓൾസോ എ ഗുഡ് എമൗണ്ട് ഓഫ് കമ്മീഷൻ. ലവ് ലെറ്റർ ആയിരിക്കില്ലേ? ദേ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. വേണമെങ്കിൽ ഹോട്ടലിൽ ഞാൻ കൊണ്ടുവിടാം. വേണ്ട വേണ്ട അല്ല, അത് താല്പര്യമില്ല. താല്പര്യമില്ല. അപ്പൊ നമ്മള് പിരിയുവാണല്ലേ. അതാണ് ആകെ ഒരു ദുഃഖം. അതെനിക്ക് മനസ്സിലായി. പിന്നെന്തായിരുന്നു? ഭാഗ്യം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. വേണമെങ്കിൽ ഞാൻ കോൾ ചെയ്യാം. വിളിക്കാം. എപ്പോഴാ? പിന്നെ എപ്പോഴെങ്കിലും സമയം ഉണ്ടല്ലേ? മമ്മി അടിക്കുമല്ലോ. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. താങ്ക് യു. മന്ദബുദ്ധിയല്ല. എന്താണ് പേര്? ശ്രേയ. ശ്രേയ. നാട് എവിടെയാണ്? ഇവിടെ തന്നെ, തൃപ്പൂണിത്തുറ. ആക്ഷൻ. വിരോധമില്ലെങ്കിൽ ആ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. വൗ, ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസി കതിരുമാണ്. തുളസിയല്ല, തുളസി. തുളസി കതിരുമാണ്. ചെല്ലിക്കിളിയല്ല, മല്ലി. ശരി, മല്ലിക്കിളി ചെല്ലി. ഐ ആം വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് വിരോധമില്ലെങ്കിൽ പറയാം, താല്പര്യമില്ലെങ്കിലും പറയാം. പറഞ്ഞോളൂ. ഇന്ന് ഇന്ത്യയിൽ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. ആണോ? ശമ്പളമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാലോ, പറയാൻ പോട്ട് കൊള്ളാം. എന്തൊക്കെയുണ്ട്? സുഖം. എത്രയാ പറ? 2500. 2500 രൂപ ശമ്പളം ഉണ്ടല്ലോ, കമ്മീഷൻ വേറെ, നല്ല ലാഭത്തിൽ കിട്ടുമെന്ന്. അതൊക്കെ മതി. മന്ത്ലി 2500 കിട്ടും. ഗുഡ് കമ്മ്യൂണിക്കേഷൻ. എന്തരേലും ആയിക്കൊണ്ട് പോട്ടടേ, പറയണ ഇംഗ്ലീഷ് തന്നെയല്ലേ. കമ്മീഷൻ ഓൾസോ. ഓ, അപ്പൊ ശമ്പളം ഒന്നുകൂടെ പറഞ്ഞേ, അതൊന്ന് കേക്കട്ടെ. മന്ത്ലി 2500 ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഗുഡ് കമ്മീഷൻ ഓൾസോ. ലവ് ലെറ്റർ ആണല്ലേ, അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതിന് കൊണ്ടുവരാം. വേണമെങ്കിൽ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്. അപ്പൊ നമ്മള് പിരിയുകയാണ്. അതാണൊരു സന്തോഷം. അപ്പൊ വീണ്ടും കാണാം, വിളിക്കാം. ഹോട്ടലിൽ ചെന്നിട്ട് വിളിക്കാം. എത്ര മണിയാ അവിടെ ചെല്ലാൻ? ലോക്കില്ലെങ്കിൽ നേരത്തെ എത്തും. വിളിക്കണേ, നമ്പർ ഉണ്ടല്ലോ കയ്യില്. ശരി, ഓ. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. എന്താണ് പേര്? അഹല്യ. അഹല്യ. എവിടെയാണ്? കോട്ടയം. റെഡി, 1 2 3 സ്റ്റാർട്ട്. വിരോധം ഇല്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. ബാക്കി എന്തായിരുന്നു? Oh, what a beautiful name. ലക്ഷ്മി എന്ന പേര് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെയാ വരിക. ഇനി കുറെ പോണ്ടായിരുന്നു, അതേ ബാക്കി വരാം. ഐ ആം വേണുഗോപാൽ. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 per month. Per month? Yes, of course. And a good amount of commission also. Love letter ആയിരിക്കല്ലേ. ദേ ആ സൈഡിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. വിരോധം ഇല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. എന്താണ്? എന്താ? അപ്പോ
നമ്മൾ പിരിയുകയാണല്ലേ ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. വേണ്ട. പോകണ്ടെന്ന് പറഞ്ഞപ്പോ ടാറ്റായി പോയതാണ്. വിനോദമില്ല, ഞാൻ ഹോട്ടലിലേക്ക് വിളിക്കാം. എപ്പോഴാണ് വിളിക്കുന്നത്? വൈകിട്ട് സമയം. ഓക്കെ, ശരി. ഭയങ്കരമായ ആള്. എന്താ മോളുടെ പേര്? സുമയ്യ, സുമയ്യ. സുമയ്യ നാട് എവിടെയാണ്? പാലക്കാട്. പാലക്കാടാണ്. ഓക്കെ, ആക്ഷൻ. വിരോധമില്ലെങ്കിൽ പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണേ. വിരോധമില്ലെങ്കിൽ ആ, പേരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ലക്ഷ്മി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. സ്മാർട്ട് ബോയ്. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ തന്നെ ആമ്പൽക്കുളോ? അമ്പൽക്കുളവും താറാവും പിന്നെന്തൊക്കെയാണ് കാണുന്നത്? ഒരെണ്ണം. ഒരെണ്ണമല്ല, രണ്ടെണ്ണം. ചന്ദനക്കുറയും പേരോ? ചന്ദനക്കുറയും തുളസിക്കതിരും ഒക്കെ. അങ്ങനല്ല, ആ ഒരു ഫീലിങ്സ് വരണം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ തന്നെ ആമ്പൽ എവിടെ നിന്ന് വന്ന്? മാറമ്പള്ളിയിലെ താക്കോലോ? അപ്പൊ തൊട്ടി എടുക്കണ്ടേ? തൊട്ടിയാ? എന്തോന്ന് തൊട്ടി? കിണറ്റി വീണ തൊട്ടി? നിനക്ക് എന്താ ദാസപ്പൻകുട്ടി? അമ്പലക്കുളം. ആ, അമ്പലക്കുളവും ചന്ദനക്കുറയും തുളസിക്കതിരും ഒക്കെ ഓർമ്മ വരുന്നത്. ഐ ആം വേണുഗോപാൽ. ഓക്കെ. ഞാൻ മെഡിക്കൽ റെപ്രസെന്റ്. അങ്ങനല്ലല്ലോ. നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. നീ കോടതിയിൽ നിന്നുള്ള എന്താ അമ്മയ്ക്കൂരി മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇങ്ങോട്ട് വന്നേ. ആരും കേൾക്കണ്ട, പറഞ്ഞേ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഒന്നുകൂടെ പോവാൻ. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. Die Wovestine reklamen om det vinterlige siste smartphone. Okay. ഇന്ത്യയിൽ ലീഡിംഗ് ചെയ്യുന്ന മാസ്വിൽ. ലീഡിങ് ചെയ്യുന്നു. ലീഡിങ് കമ്പനി. ആ ലീഡിംഗ് കമ്പനിയായ മാസ്വില്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. മന്ത്ലി 2500 അല്ല 2500 പെർ മന്ത്. ഗുഡ് കമ്മ്യൂണിക്കേഷനോ? ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് കമ്മീഷൻ ആൾസോ. ഓക്കെ. ലവ് ലെറ്റർ ആയിരിക്കും. അതെ, അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, കൊണ്ടുപോയി വിടാം. പോസ്റ്റ് ഓഫീസിൽ. എങ്ങോട്ട് നോക്കാൻ? ഹോട്ടലിൽ ഹോട്ടലിൽ പിരിയുകയാണല്ലോ. ഹോട്ടലിൽ പിരിയുകയാണെന്ന്. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഇനി എപ്പോഴാ കാണുകയെന്ന് അറിയില്ല. ഇനി ഹോട്ടലിൽ വിളിക്കാം. ഹോട്ടലിൽ വിളിക്കാം. ശരി, ഓക്കെ. രസകരമായി തന്നെ ഇവർ പെർഫോം ചെയ്തു. എല്ലാവരും രസകരമായിരുന്നു. എങ്കിൽ ചെറിയ ചില മാർക്കല്ല, ചെറിയ പോയിന്റുകളിൽ 1-2 പേർക്ക് പ്രൈസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ വിളിക്കാം ദേവി. ഒബ്വിയസ്ലി ദേവി വളരെ മനോഹരമായി തന്നെ നല്ല എക്സ്പ്രസീവായിട്ട് തന്നെ അഭിനയിച്ചു. അതാണ്. അപ്പോൾ നമ്മുടെ LGO കമ്പനി, അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലീഡിങ് കമ്പനിയായ LGO നൽകുന്ന, ഇതൊരു ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ഉള്ള സാധനങ്ങൾ നൽകുന്ന ഒരു കമ്പനിയാണ്. അവരുടെ വക ഒരു. ഇനി ഞാൻ വിളിക്കാൻ പോകുന്നത് ആ വ്യക്തി ഇവിടെ വന്ന് നിന്നപ്പോൾ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഇൻഫ്ലുവൻസർ എന്നാണ് പറഞ്ഞത്. വരൂ. വളരെ മനോഹരമായി ഞങ്ങളെയൊക്കെ ചിരിപ്പിച്ചു. ചില വാക്കുകളൊക്കെ കൊണ്ടിങ്ങനെ അമ്മാനമാടുന്നത് ഞങ്ങൾ കണ്ടു. പഠിച്ചു അതൊക്കെ. ഓക്കെ. കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാനയുടെ ബി നാന നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. യെസ്. അപ്പോൾ വളരെ രസകരമായിരുന്നു. ഞങ്ങളൊക്കെ നല്ല സന്തോഷിച്ചാണ് ഇവിടെ പോകുന്നില്ല, കാരണം അടുത്ത ബാച്ച് റെഡിയാണ്. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സോ തൽക്കാലം ഇവിടെ പറയുകയാണ്. ഗുഡ് ബൈ.